സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. റേഷൻ വ്യാപാരികളുടെ വാദം ശരിവെക്കുന്ന വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക്. കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്ന 151 റേഷൻ കടകളിൽ പകുതിയിലധികം കടകൾക്കും പ്രതിമാസം 25,000 രൂപയിൽ താഴെ മാത്രമാണ് ലഭിക്കുന്നത്. 90% കടയുടമകളുടെയും വരുമാനം 30,000-ൽ താഴെയെന്നും 5 മാസം സർക്കാർ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. റേഷൻ കടയുടെ വാടകയും ജീവനക്കാരന്റെ ശമ്പളവും ഈ വരുമാനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയുമാണ്. ജില്ലയിലെ കണയന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് കൊച്ചി നഗരത്തിലെ ഭൂരിപക്ഷം റേഷൻ കടകളും. 151 റേഷൻ കടകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഉയർന്ന മാസവാടകയിൽ കടമുറിയെടുത്താണ് റേഷൻ കടകളുടെ പ്രവർത്തനം. എന്നാൽ പ്രതിമാസം കമ്മീഷൻ അടിസ്ഥാനത്തിൽ 50%-ലധികം കടകൾക്കും ലഭിക്കുന്നത് 25,000 രൂപയിൽ താഴെ മാത്രമാണ്. കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിൽ ഒരു കടയ്ക്ക് മാത്രമാണ് 50,000-ലധികം രൂപ വരുമാനമുള്ളത്. 90% കടകൾക്കും ലഭിക്കുന്നതാകട്ടെ 30,000-ൽ താഴെയും. കഴിഞ്ഞ ജനുവരിയിൽ 151 കടകൾക്കും കൂടി ലഭിച്ചതാകട്ടെ 35,22,969 രൂപ മാത്രം. അതായത് ശരാശരി നോക്കിയാൽ 23,330 രൂപ. കടവാടകയും ജീവനക്കാരൻ്റെ കൂലിയും കറണ്ട് ചാർജുമെല്ലാം കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപ വ്യാപാരിക്ക് കിട്ടുമെന്നത് പരിശോധിക്കുമ്പോഴാണ് ഇവരുടെ ദുരവസ്ഥ വെളിവാകുന്നത്. 20,000-നും 30,000 ഇടത്തിനിടയിലാണ് ഒരു പ്രതിമാസം അവർക്ക് കമ്മീഷൻ എന്ന നിലയിൽ ഈ ലഭിക്കുന്ന 20,000-നും 30,000-നും ഇടയ്ക്ക് ലഭിക്കുന്ന കമ്മീഷനിൽ നിന്നാണ് കടമുറിയുടെ വാടക കൊടുക്കുക, അവിടെ നിരത്തുന്ന ജീവനക്കാരന് ശമ്പളം കൊടുക്കുക. ഇതിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഈ റേഷൻ കട നടത്തുന്ന വ്യാപാരികൾക്ക് കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് സപ്ലൈ ഓഫീസർ തന്നെ നൽകിയിട്ടുള്ള ഈ വിവരാവകാശ അപേക്ഷ നമുക്ക് പരിശോധിക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കടമുറിക്കെങ്കിലും ഒരു ന്യായമായ വാടകയെങ്കിലും കൊടുക്കണം. ജീവനക്കാർക്കില്ല. ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ തുക വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കടമുറിക്ക് ഒരു വാടക ഒരു നിശ്ചിത തുകയും കൂടി നൽകുകയാണെങ്കിൽ ഇപ്പോൾ അവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണം നമുക്ക് പൊളിച്ചുകൊണ്ട് തന്നെ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള തുക അവർക്ക് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും 15,000 രൂപയിൽ താഴെ മാത്രം വരുമാനം കിട്ടിയ നിരവധി റേഷൻ വ്യാപാരികളാണ് കൊച്ചി നഗരത്തിൽ ഉള്ളത്. റേഷൻ സാധനങ്ങളുടെ തിരിമറി തടയണമെന്ന് പറയുന്നവർ നിരവധിയെങ്കിലും റേഷൻ വ്യാപാരികൾക്ക് അർഹമായ പ്രതിഫലവും അടിസ്ഥാന സൗകര്യവും ഒരുക്കി നൽകണമെന്ന് ആവശ്യപ്പെടുന്നവർ പരിമിതമാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.